ഹായ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മൾ ഗാർലിക്ക് നടാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇവിടെ ഫാളിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ചെയ്യുന്നത് ഗാർലിക്കാണെന്നാണ് പറയണത്. കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചറും വെതറൊക്കെയാണ് ഗാർലിക്ക് ഗ്രോ ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് ടേക്സ് എ വൈൽ. അപ്പോൾ ഗാർലിക്കിന് കുറച്ച് നാളെടുക്കും. സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴേ ഇത് വരുള്ളൂ. അപ്പോൾ പല രീതിയിൽ ആൾക്കാർ കൃഷി ചെയ്യാറുണ്ടെന്നാണ് പറയണത്. അപ്പം ഞാൻ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമല്ലേ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അണ്ടർ ദ ബഡ്ജറ്റ്. അപ്പം ഞാനൊരു ഫാമേഴ്സ് മാർക്കറ്റിൽ പോയിട്ട് ആക്ച്വലി നമ്മൾ സീഡ് വാങ്ങിച്ചിട്ട് ഗാർലിക് സീഡ് വാങ്ങിച്ചാണ് നമ്മൾ നടുന്നത്. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫാമേഴ്സ് മാർക്കറ്റിൽ ഓർഗാനിക് ആയിട്ടുള്ള നല്ല പ്യുവർ ഗാർലിക്ക് കിട്ടും. അപ്പം ഞാനിങ്ങനത്തെ ഗാർലിക്ക് വാങ്ങിച്ച്, എന്നിട്ട് യൂഷ്വലി ഞാൻ കണ്ടത് ഇവർ ഗാർഡനേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യും, എന്തെങ്കിലും ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ കിൽ ചെയ്യാനായിട്ട്. സോ ദിസ് വൺ ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഇതൊന്നും ചെയ്യാതെ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസറിലൊന്നും മുക്കി ഇടുന്നില്ല ഓവർനൈറ്റ്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഇങ്ങനത്തെ ക്ലോവ്സ് ആണല്ലോ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നല്ലത് മാറ്റുവാണ്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ചെറുത് മാറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ ഗ്രീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡിൽ ഒരു സ്ക്വയറിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. വലുത് മാത്രം നടാം, ചെറുത് നമ്മൾ ഗ്രീൻസിന് വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി ഗാർലിക്ക് യൂസ് ചെയ്യും വീട്ടിൽ. അപ്പോൾ ഇവിടെ ഗാർലിക്ക് വാങ്ങിക്കണമെങ്കിലും എക്സ്പെൻസീവ് ആണ്, ചീപ്പല്ല സംഭവം. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നമുക്കൊന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലുത് ഒക്കെ ഞാനിങ്ങനെ ഇങ്ങോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇത് യൂഷ്വലി നമ്മളിങ്ങനെ പീൽ ചെയ്ത് സ്കിന്ന് കളയില്ല, സ്കിന്നോട് കൂടിയാണ് നടുന്നത്. അപ്പം നല്ല വലിയതൊക്കെ ഇങ്ങോട്ട് മാറ്റി, ചെറുത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ചെറുത് നമുക്ക് ഒട്ടും കൊള്ളില്ലാത്തത് നമുക്ക് കമ്പോസ്റ്റിലിടാം, അല്ലാത്തത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വലിയ ക്ലോവ്സ് നടാം, ചെറിയ ക്ലോവ്സ് നമുക്ക് ഗ്രീൻസിന് വേണ്ടി എടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിപ്പോൾ ഒരു ഫണ്ണാണ് ആക്ച്വലി. ഇങ്ങനെ ഗാർലിക്കൊക്കെ നമുക്ക് വീട്ടിൽ നട്ട് വളർത്തി കിട്ടാൻ പറ്റുവാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അധികം ഞാൻ നടുന്നില്ല. നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ക്യാരറ്റ് നട്ടായിരുന്നു. അപ്പോൾ അതേ ബെഡിൽ തന്നെയാണ് ഞാൻ ഗാർലിക്ക് നടുന്നത്. ഹാഫ് ഭാഗത്ത് ഇത് കണ്ടില്ലേ. അപ്പം ഇതൊക്കെ ചെറുതാണ്. ഇത് കുറച്ച് ഇങ്ങനത്തെ ചെറുതാണ്. ചെറുതുകൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്രീൻസിന് വേണ്ടി. അപ്പോൾ ഇത് ബാഡാണ്. ഇത് കണ്ടോ, കുറച്ച് ബാഡാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കില്ല. വലുത് ഇതേപോലത്തെ നല്ല വലിയ ക്ലോവിൻ്റെ സൈസ് കണ്ടോ, അതാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റൂട്ട് ഭാഗം. ഇതിൽ നിന്നാണ് ഗ്രീൻ വരുന്നത്. അപ്പോൾ ഇത് സോയിലിലും ഇത് മേലിലും ഇങ്ങനെയൊക്കെയാണ് നടുന്നത്. ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടത് ഗാർഡനേഴ്സ് ഇങ്ങനെ സൈഡിൽ നിന്ന് നടും. സോ അവർ പറയുന്നത് ഇറ്റ് ആക്ച്വലി ഫിഗേഴ്സ് ഇറ്റ് ഔട്ട് എന്നാണ്. അപ്പം നമുക്കിപ്പോൾ അറിയുന്നത് കൊണ്ട് നമ്മളിത് മണ്ണിൽ കുഴിച്ച് ചെയ്യും. അപ്പം ഞാനിത് ഒന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്യുവാണ്. കുഞ്ഞൊക്കെ മാറ്റി വലുത് മാത്രം നമുക്ക് എടുക്കാം. ചെറുത് ഞാനിവിടെ സൈഡിൽ വെക്കും, വലുത് നമുക്ക് കൃഷി ചെയ്യാം. ഒട്ടും കൊള്ളൂല്ലാത്തത് നമുക്ക് കമ്പോസ്റ്റിലേക്ക് ഇടാം. അപ്പോൾ ഇത് നല്ല ഇറ്റ് ലുക്സ് ലൈക്ക് നല്ല ക്വാളിറ്റി ഗാർലിക് പോലെ. ഫാമേഴ്സ് മാർക്കറ്റിൽ എപ്പോഴും നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഗാർലിക് സീഡ്
പറയുന്ന 2 തരം ഗാർലിക് ഉണ്ട്. ഹാർഡ് നെക്ക് ഗാർലിക്കും സോഫ്റ്റ് നെക്ക് ഗാർലിക്കും. ഹാർഡ് നെക്ക് ഗാർലിക് ആണ് നല്ല ഫ്രോസ്റ്റ് തന്നെ, നല്ല തണുപ്പ് തന്നെ സ്റ്റേറ്റിലൊക്കെ നടുന്നത്. ഇവിടെ നമ്മുടെ ഈ പർട്ടിക്കുലർ സിറ്റിയിൽ അധികം തണുപ്പ് വരില്ല. ഈ സ്റ്റേറ്റിൽ പല സ്ഥലത്തും നല്ല തണുപ്പ് വരും. പക്ഷേ ഈ നമ്മൾ താമസിക്കുന്ന അവിടെ അധികം തണുപ്പിൻ്റെ സെൻസ് സ്നോ ഒന്നും പെയ്യില്ല. അപ്പോൾ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. സോ നമുക്ക് സോഫ്റ്റ് നെക്ക് ഗാർലിക് നട്ടാൽ മതിയാവും. ഹാർഡ് നെക്ക് ഗാർലിക് നടേണ്ട ആവശ്യമില്ല. ഒരു ക്ലോവും കൂടി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഇതിന് ഒരു ഇത് വന്നു കണ്ടോ, ഇതിനും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഈസി ഫോർ അസ്. അപ്പോൾ അത് നമുക്ക് ഏതായാലും നടാനെടുക്കാം. സിൻസ് ഇറ്റ്സ് ഓൾറെഡി ഗ്രോൺ, നമ്മുടെ ടാസ്ക് ഈസിയാക്കും. കുറച്ച് ഞാൻ നമുക്ക് ബെഡിൽ സ്പേസ് ഉള്ളത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ ഗ്രീൻസ് എടുക്കാനായിട്ട് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ബൾബ് വേണ്ടല്ലോ. പക്ഷെ ഗാർലിക് വേണ്ടതുള്ളത് നമുക്ക് നല്ല സ്പേസിൽ ഒരു 2 ഇഞ്ച് അപ്പാർട്ട് 3 ഇഞ്ച് അപ്പാർട്ട് നമുക്ക് നടേണ്ടി വരും. ബിക്കോസ് അല്ലെങ്കിൽ ബൾബ് ചെറുതായി പോവും. അപ്പോൾ നമുക്ക് അധികം വേണ്ട, നമ്മുടെ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ചിലത് ഇങ്ങനെ ഭയങ്കര ബാഡാണ് അപ്പോൾ അത് നമ്മൾ എടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഗാർഡനേഴ്സ് അവർ ഹൈഡ്രജൻ പെറോക്സൈഡിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത്, സോ ദാറ്റ് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഗാർലിക് ഇങ്ങനെ നേച്ചറിൽ വളരുമല്ലോ, ലൈക്ക് യുനോ അവർക്ക് ഈ നേച്ചറുമായിട്ട് ക്ലംബ് ചെയ്ത് വളർത്തുന്ന ആളുകൾ പറയുന്നത് ലെറ്റ് ഇറ്റ് ഗ്രോ ബൈ ഇറ്റ്സെൽഫ്. കാരണം അതിന് അതിൻ്റെതായ രീതി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ സർക്കംസ്റ്റൻസിൽ ഒന്ന് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ 2 കൂടി ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ലൂസ് സോയിലായിരിക്കണം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നട്ടേക്കുന്ന ബെഡിൽ നടാമെന്ന് വിചാരിച്ചത്, ആ ബെഡ് നല്ല ലൂസായിട്ടുള്ള സോയിലാണ്. നമ്മുടെ മിക്ക ബെഡും ലൂസാണ് കേട്ടോ. കാരണം ഞാൻ അധികം ഈ വുഡൻ ചിപ്പ് ഇതൊന്നും മേളിൽ ആ ഫസ്റ്റ് ഒരു 8 ഇഞ്ച് നല്ല സോയിലിടും. താഴത്തേക്ക് നമ്മുടെ ഇവിടെ മരങ്ങൾ വെട്ടുന്ന മരങ്ങളൊക്കെ ഇട്ടാലും മേളിലൊരു 8 ഇഞ്ച് നമ്മൾ നടുന്നത് എപ്പോഴും നല്ല അടിപൊളി സോയിലായാലേ. സോ ഐ തിങ്ക് വി ഗോട്ട് ഇനഫ്. പിന്നെ നമുക്ക് നമ്മുടെ ബെഡിൽ അവിടെ നടുന്ന ബെഡിൽ പോയിട്ട് I'm really excited to see how this is going to turn out. കാരണം ഇതുവരെ ഞാൻ ഗാർലിക്കൊന്നും അങ്ങനെ പച്ചക്കറികളോ അങ്ങനത്തെ ഒന്നും നട്ടിട്ടില്ല. ഈ 2025 ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2024 2025 നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഇനിയിപ്പോൾ 1 മാസം കൂടെ ഉള്ളൂ, ഡിസംബർ. അപ്പോൾ ജനുവരിയിൽ നമുക്ക് എല്ലാം ജനുവരി ഫെബ്രുവരി മാർച്ച് കൊണ്ട് എല്ലാ സ്ട്രക്ചറൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇത് നമ്മുടെ സ്കിന്നാണ്, ഇവിടെ ഇരിക്കട്ടെ.
നമ്മൾ ഇങ്ങനെ ഇപ്പോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു, വലുതും ചെറുതുമായിട്ട്. ഇത് വലുത്, ഇത് ചെറുത് നമ്മൾ ഗ്രീനിന് യൂസ് ചെയ്യും, വലുത് നമുക്ക് സോയിലിടാം. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പലതരം ക്യാരറ്റ് നട്ടത്. അപ്പോൾ ഈ ഏരിയ 1 2 3 4 5 6 7 ഏരിയയിൽ നമ്മൾ ഗാർലിക് നടാൻ പോവാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ 1 2 3 4 5 ഏരിയയിൽ നമുക്ക് ഗാർലിക് ബൾബിന് വേണ്ടിയും ആ കോർണറിലെ 2 സ്ക്വയർ നമുക്ക് ഗ്രീൻസിന് വേണ്ടിയും നടാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ യൂഷ്വലി ഗാർലിക് നടുമ്പോൾ ഇതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലായിരിക്കണം, കണ്ടോ? അത് എന്നാലേ അതിന് താഴത്തേക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഗാർലിക് വെച്ചിട്ട് അത് നടാം. നമ്മളിങ്ങനെ 54 ഗാർലിക് ഇങ്ങനെ വെച്ചു. പിന്നെ ഈ സൈഡിൽ രണ്ടിലും നമുക്ക് ഗ്രീൻസിന് വേണ്ടിയിട്ടുള്ള അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. മറ്റേതൊക്കെ നല്ല ഒരു 2 to 3 inch അപ്പാർട്ടാണ് എല്ലാം വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എനഫ് സ്പേസ് അതിൻ്റെ ബൾബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ നമ്മുടെ ഹേർബ് ബെഡില്ലേ, ഹേർബ് ബെഡിൻ്റെ അകത്തും ഗാർലിക്ക് നട്ടു. കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ അതിലും ഗാർലിക്ക് നട്ടു. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി അതിൻ്റെ മേളിലേക്ക് മണ്ണ് ഇട്ടങ്ങ് മൂടുക. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. കണ്ടോ? ഇങ്ങനെ വെരി സിമ്പിളാണ്. നമ്മളെ സോയിൽ നല്ലതായിരിക്കണം എന്ന് മാത്രം, പിന്നെ വെതറും നല്ലതായിരിക്കണം. മണ്ണിൽ എപ്പോഴും നനവ് വേണം, പക്ഷേ ഫ്ലഡ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. വെച്ചാൽ ഒത്തിരി വെള്ളം ഈ ബൾബൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അതിനാവശ്യമായ അങ്ങനെ അത് ഒന്ന് മൂടിക്കൊടുക്കുക. ആദ്യം ഞാൻ ഗാർലിക് നടണ്ടെന്നാണ് വിചാരിച്ചത്, ബിക്കോസ് ഐ തോട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗ്രോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലെസൺസ് പഠിക്കാമല്ലോ, ലൈക്ക് വാട്ട് വി ഡിഡ് റൈറ്റ്, വാട്ട് വി ഡിഡ് റോങ്. നെക്സ്റ്റ് ടൈം നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 54 നട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര എണ്ണം നന്നായിട്ട് ബൾബ് വരുന്നത്. കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണിത്. നല്ലതായിട്ട് അങ്ങോട്ട് അടിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻസിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണത്. സോ ഇറ്റ്സ് ഓക്കെ. ബൾബിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നല്ല വലിയ ബൾബാണെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. നല്ല സാധനം കഴിക്കാമല്ലോ നമുക്ക്, വിഷമൊന്നും ഇല്ലാത്തതും. ഇവിടെ ഇങ്ങനെ പൈപ്പ് ലൈൻ ഉള്ള കാരണം അതിൻ്റെ അടിയിൽ ഞാൻ നട്ടില്ല, ബിക്കോസ് അതിന് ഗ്രോ ചെയ്ത് വരാൻ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ ഈ ബെഡിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ട് സ്പേസ് ഉള്ളിടത്ത്. അപ്പം അതൊന്ന് മൂടിക്കൊടുക്കുക. ഒരു പുസ്തകത്തിൽ വായിച്ചത്, നമ്മളൊരിക്കലും സോയിൽ വെറുതെ ഇടരുത്. സ്പേസ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സോയിൽ ബെഡ്, സോയിൽ ചുമ്മാ കിടക്കരുതെന്നാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ തൈം പിടിച്ചിട്ടുണ്ട്.
കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗാർലിക് ഗ്രീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാലഡിലും സൂപ്പിലൊക്കെ ഇടാം. അപ്പോൾ ഈ ബെഡ് സൈഡിൽ നമ്മൾ നമ്മുടെ ഗാർലിക് നട്ട്, കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നനച്ച് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.